ഈ യുദ്ധവിമാനം എന്തുകൊണ്ട് എടുക്കുന്നു എന്നതിലേക്ക് കൂടി വരാം. ഇപ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞു സിവിലിയൻ ഡിപ്പോർട്ടേഷൻ ഫ്ലൈറ്റ്സ്, കൊമേഴ്സ്യൽ ഫ്ലൈറ്റ്സ് എന്തുകൊണ്ട് എടുത്തുകൂടാ, അങ്ങനെയുള്ള വിമാനങ്ങളിൽ മറ്റ് രാജ്യങ്ങൾ അതേ അനുവദിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് അങ്ങനെയുള്ള വിമാനങ്ങളെ അനുവദിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങനെയാണല്ലോ ചെയ്തത്, എന്തുകൊണ്ട് ഇവിടെ പറ്റില്ല? ഇവിടെ ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞത് എന്താണ്? ഞാൻ ഇവരെ കയറ്റി അയക്കാൻ പോകുന്നത് യുദ്ധവിമാനത്തിലായിരിക്കും, ഞാൻ ഇതൊരു സ്ട്രോങ് ആയ ഒരു മെസ്സേജ് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു രാഷ്ട്രത്തിന്റെ തലവൻ തീരുമാനമെടുക്കുകയാണ്, അതാ അദ്ദേഹത്തിന്റെ രാജ്യമാണ്. അമേരിക്കയിൽ പോയി നരേന്ദ്രമോദിക്ക് അമേരിക്ക ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ കഴിയില്ല. അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് എന്നത് നിങ്ങൾക്കും മനസ്സിലാകുന്ന കാര്യമാണല്ലോ. ഒരു രാജ്യമെന്ന നിലയിൽ നമുക്ക് ഡിമാൻഡ് ചെയ്യാം, പക്ഷേ എൻ്റെ തീരുമാനം ഇതാണ്, എൻ്റെ രാഷ്ട്രത്തിൻ്റെ തീരുമാനം ഇതാണ്, എൻ്റെ തെരഞ്ഞെടുപ്പ് സമയത്തെ വാഗ്ദാനം ഇതാണ്, ഞാൻ ഈ രീതിയിലാണ് ചെയ്യുക. ഇതൊരു ഇല്ലീഗൽ ഇമിഗ്രേഷന് നേരെയുള്ള ബ്രോഡർ മെസ്സേജാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. സ്ട്രിക്ട് നോ നോൺസെൻസ്, നരേന്ദ്രമോദിയോട് പറഞ്ഞതാണ്, സ്ട്രിക്ട് നോ നോൺസെൻസ് അപ്രോച്ച് ടു എൻഫോഴ്സിംഗ് ദ കൺട്രീസ് ഇമിഗ്രേഷൻ ലോസ്. അതാണ് ചെയ്യാൻ പോവുക എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നരേന്ദ്രമോദി എന്ത് തിരിച്ചു പറയണമെന്നാണ്? രാഷ്ട്രത്തലവൻ എന്ന നിലയിൽ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് എൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്, ഞാൻ ഈ പറയുന്ന മിലിറ്ററി വിമാനത്തിൽ തന്നെയായിരിക്കും കയറ്റി അയക്കുക എന്നത് എൻ്റെ രീതി ഇതാണ്. നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ എല്ലാ സ്പീച്ചസിലും അദ്ദേഹം വിളിക്കുന്നത് എങ്ങനെയാണ്? ഏലിയൻസ്, ക്രിമിനൽസ്, അതുപോലെ തന്നെ നുഴഞ്ഞുകയറ്റക്കാർ എന്നൊക്കെയാണ് മാറി മാറി വിളിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് മാറാൻ പോകുന്നില്ല എന്നത് ഇനിയിപ്പോൾ അടുത്ത വിമാനം വന്നാലും ഇതിനപ്പുറമൊന്നും പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചരിത്രത്തിൽ ആദ്യമായാണ് ഇപ്പോൾ ഈ രീതിയിൽ യുദ്ധവിമാനങ്ങൾ C-17 ഉപയോഗിച്ചിരിക്കുന്നത്. നേരത്തെയൊക്കെ ഉപയോഗിച്ചിരുന്നത് ഈ കൊമേഴ്സ്യൽ ഫ്ലൈറ്റ്സ് ആണ്. പക്ഷേ ഇത് ട്രംപിൻ്റെ തീരുമാനമാണ്. ട്രംപ് അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഞാൻ അങ്ങനെയേ ചെയ്യൂ എന്ന് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്.